ഹായ് ഹലോ. ഇന്നൊരു ഔട്ടിംഗ് വീഡിയോയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഈസ പറയുന്നുണ്ട് നമുക്ക് മെട്രോ പോകാമെന്ന് കേട്ടോ. അപ്പോൾ വിചാരിച്ചു എങ്കിൽ നമുക്ക് കലൂർ ഇഡ്ഡലി കഫേ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കലൂർ പോയി ഇറങ്ങിയിട്ട് അവിടെ തന്നെ റിട്ടേൺ വരാം എന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങോട്ട് പോയത് ബൈക്കിനായിരുന്നു, ബുള്ളറ്റിനാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് മെട്രോയിൽ കയറി. അപ്പോൾ നമ്മളൊരു 9 മണിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിട്ടേൺ ടിക്കറ്റും എടുത്തിട്ടോ. 10:30 വരെയല്ലേ ഉള്ളൂ ലാസ്റ്റ് മെട്രോ. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മളവിടെ എത്തിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മെട്രോ കയറണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നമുക്കിനി ട്രെയിനിൽ കയറണം, പ്ലെയിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഡയലോഗാണ്, മെട്രോ കയറിയതിൻ്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്ക് തന്നെ നിൽക്കണം, പിടിച്ച് നിൽക്കണം എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ടല്ലോ സ്റ്റേഡിയത്തിലേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കാണ് ഇഡ്ഡലി കഫേയിൽ. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ബാംഗ്ലൂരുണ്ട് ഇതേപോലെ ഒരു രാമേശ്വരം കഫേ, പക്ഷേ അവിടുത്തെ അടിപൊളി ആയിട്ടുള്ള മസാല ദോശയും പൊടി ദോശയും ഒക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആരെങ്കിലുമൊക്കെ ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ അതേപോലത്തെ ഒരു ആംബിയൻസ് ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന ഒരു കോഫിയും അതേപോലെ ഗീ പൊടി ദോശയും പിന്നെ പ്ലെയിൻ ദോശയാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് അവിടുത്തെ ഒരു ക്രൗഡിനനുസരിച്ച് ടേസ്റ്റൊന്നും എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ല കേട്ടോ. കൊള്ളാം, പക്ഷേ ആ ഒരു ക്രൗഡിനനുസരിച്ചുള്ളൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഓവറോൾ കുഴപ്പമില്ല. ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ എനിക്ക് ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചും കൂടി അവിടെ സ്റ്റേഡിയത്തിലൊക്കെ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റിട്ടേൺ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നിട്ട് നമ്മൾ മെട്രോ കയറി കേട്ടോ. പീസ് പിന്നെയും നമ്മളോട് വർത്തമാനം പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് ഇനി എന്നാൽ നമ്മൾ പോവാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. ഒരു 10-11 മണിയായപ്പോഴത്തേനും വീട്ടിലേക്ക് എത്തി. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.